ഹലോ, വെൽക്കം ടു അവർ മലേഷ്യൻ വ്ലോഗ്. ഇത് ഞങ്ങളുടെ 3 പേരുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. 3 പേരുടെ അല്ല, 4 പേരുടെ. യെസ്, ഐ എം 4 months pregnant. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം പോയത് ഈ മോസ്കിലേക്കാണ്. ഇവിടുന്ന് എനിക്കൊരു പുതിയ ഡ്രസ്സ് തന്നു. നന്നായിട്ടുണ്ടല്ലേ? റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. സ്ട്രീറ്റിൽ നിന്ന് തന്നെ ഒരു ബർഗറും പിന്നെ നഗ്ഗറ്റ്സ് പോലെ ചിക്കൻ്റെ എന്തോ ഒരു സാധനവും ഞങ്ങൾ 2 പേരും നന്നായിട്ട് കഴിച്ചു. സായിക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല, എന്തും കഴിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ട്രിപ്പിനൊക്കെ വരുമ്പോൾ ഭയങ്കര ആശ്വാസമാണത്. റൂമിലെത്തി സായിനെ കുറച്ച് നേരം കിടത്തി ഉറക്കിയിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഉച്ചയ്ക്കും സ്കിപ്പ് ചെയ്താൽ പിന്നെ സായി ഒരു കുട്ടി ഡൈനോസറാണ്. അവനെ ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ട് ട്രിപ്പ് പോയാൽ അല്ലെങ്കിലും നമുക്കൊന്നും പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ടോഡ്ലേഴ്സിനെ കൊണ്ട്. അവരുടെ മൂഡിനനുസരിച്ച് നമ്മുടെ ഐറ്റിനറി മാറിക്കൊണ്ടേയിരിക്കും. ജസീൽ അവിടുന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ജസീലിന് അല്ലെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എരിവൊട്ടും ഇഷ്ടമില്ലാത്ത ആൾ ഹോട്ടലിൽ കയറിയ ആദ്യം വാങ്ങി കഴിക്കുക കാന്താരി ചിക്കനും എക്സ്ട്രാ സ്പൈസി ബിരിയാണിയൊക്കെയാണ്. ലൈക്ക് ഫാദർ ലൈക്ക് സൺ. സായും അതുപോലെ തന്നെയാണ്. എല്ലാ സാധനങ്ങളും ടേസ്റ്റെങ്കിലും അവൻ ചെയ്തിരിക്കും. ഇനി ഞാൻ വെറൈറ്റി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മെനു മുഴുവൻ നോക്കി അവസാനം ബിരിയാണി ഓർഡർ ചെയ്യുന്ന നിങ്ങളുടെ ആ ചങ്കില്ലേ, ആ ചങ്കാണ് ഞാൻ. പിന്നെ പ്രഗ്നൻ്റ് കൂടി ആയതുകൊണ്ടാകും ഞാൻ ഇതൊന്നും കഴിച്ചു നോക്കിയില്ല. രാത്രിയിൽ നല്ല ഭക്ഷണം കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. സായിക്ക് അവിടുത്തെ വൈബ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ചിണുങ്ങാൻ തുടങ്ങി. കരച്ചിലായി, ബഹളമായി. അവസാനം ഒരു ടോയ് വാങ്ങിക്കൊടുത്ത് അവനൊന്ന് ശാന്തമായി. എന്ത് ടോയ്യാടാ? നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ തപ്പി നടന്ന അവസാനം ഒരു മലയാളി ഇക്കയുടെ ഹോട്ടലിൽ നിന്ന് നമുക്ക് നല്ല പൊറോട്ടയും മുട്ടക്കറിയും കിട്ടി. സായിക്ക് നമ്മൾ വെള്ളപ്പമായിരുന്നു വാങ്ങിയത്. പക്ഷെ പൊറോട്ട കണ്ടപ്പോൾ അവൻ അതിലും ഒന്ന് കൈവച്ചു. ഉറക്കമൂഷാട്ട എന്ന് വിളിക്കപ്പെടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെന്നല്ലാതെ സായിനെ കൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ നല്ലൊരു പാവം കുട്ടിയാണ്. അങ്ങനെ ഒരു വോക്കിനൊക്കെ പോയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഗുഡ് നൈറ്റ്. എനിക്ക് പേഴ്സണലി മലേഷ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ പാട്ടു കേവ്സ്. 272 സ്റ്റീപ്പ് സ്റ്റെപ്സാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മുകളിലെത്തുമ്പോഴേക്കും നമ്മൾ പണ്ടാറടങ്ങുമെങ്കിലും ആ ഒരു വ്യൂ അടിപൊളിയാണ്. മേളിൽ നിന്ന് നോക്കുമ്പോൾ താഴെയുള്ളവരെല്ലാവരും ഉറുമ്പുകളെപ്പോലെ തോന്നുമായിരുന്നു. പിന്നെ കുരങ്ങന്മാർ, അവരെ ഭയക്കണം. പിന്നെ ദൈവനെയും. എടുക്ക് കാലേ വാരി നിലത്തടിക്കാൻ തോന്നുമെങ്കിലും സായൂട്ടിനൊരു പാവ, ഒരു പഞ്ചപാവം, ഒരു പഞ്ചാര പാവം. പിന്നെ കേവ് കണ്ടു, മാള് കണ്ടു, കേബിൾ കാർസിൽ കയറി. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബ്രോസ്റ്റഡ് ചിക്കനെ കഴിച്ച് നല്ല രുചിയുണ്ടായിരുന്നു. ഇതൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. നല്ല കാലുവേദനയായിരുന്നു. സോ ദ റെസ്റ്റ് ഓഫ് ദ ഡേ റൂമിൽ പോയി നല്ല റെസ്റ്റ് എടുത്തു. ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് പോയത് ടുഗു നെഗാര നാഷണൽ മോണ്യുമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സ്ഥലമൊക്കെ അടിപൊളിയായിട്ട്, എന്താ കാര്യം. നമ്മുടെ കൂടെ നന്നായിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാൻ അറിയാവുന്ന ഒരാളുണ്ടായതുകൊണ്ട് സ്ഥലത്തിൻ്റെ ഭംഗിക്ക് അതുപോലെ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ അത്ര നല്ലൊരു മോണ്യുമെൻ്റ് ഉണ്ടായിട്ട് കൂടി അതിൻ്റെ ഒരു തരി പോലും കിട്ടാതെ എൻ്റെ നടത്തമെടുത്ത ജസീലിനെ സമ്മതിക്കണ്ടേ. ദേ ദിവനാണ് ധവൻ. ഈ കണ്ണട വെച്ചവനാണ് ആ വീഡിയോഗ്രാഫർ. തൊപ്പിക്കാരൻ അവൻ്റെ അസിസ്റ്റൻറ്റ്.
പിന്നെ നല്ല സൂപ്പർ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയും കഴിച്ചിട്ട് നമ്മളിവിടുത്തെ ടവേഴ്സ് കാണാൻ പോയി. ട്വിൻ ടവർ, KL ടവർ അതെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോയും എടുത്തിട്ട് സായിയുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് പോയി. തെക്കിനിയിലെത്തിയ നാഗവല്ലിയുടെ വൈബാണ് എനിക്ക് അവനിൽ കാണാൻ പറ്റിയത്. തലയ്ക്ക് മുകളിൽ കൂടെ ഷാർക്കൊക്കെ പോണ ആ പ്രതിഭാസം അവൻ ഡയാന റോമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ചെന്നപ്പോൾ തൊട്ട് അവൻ റോമയും ഞാൻ ഡയാനയുമായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. കൂടുതലും ചോക്ലേറ്റ്സ് തന്നെയാണ് നമ്മൾ മലേഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ 3 days മലേഷ്യൻ ട്രിപ്പ് അവിടെ പര്യവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ, പര്യവസാനിക്കുകയാണ്.